So repeat sentence നമുക്ക് ഇന്ന് പഠിക്കാം. Repeat sentence is the most important part of PT exam. റീഡ് അലൗഡ് പോലെ അതേ പ്രാധാന്യത്തോടെ നോക്കേണ്ട ഒരു സെക്ഷനാണ് റിപ്പീറ്റ് സെന്റൻസ്. ബട്ട് പലപ്പോഴും സ്റ്റുഡൻസ് ഇതിനുള്ള ഒരു പ്രാധാന്യം കൊടുക്കാറില്ല, ഇനഫ് പ്രാക്ടീസ് കൊടുക്കാറില്ല. ഇത് ചെയ്യാൻ വേണ്ട വേർഡ്സ് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിടാം എന്നുള്ളൊരു തോന്നലോട് കൂടിയാണ് റിപ്പീറ്റ് സെന്റൻസ് അപ്രോച്ച് ചെയ്യുന്നത്. ബട്ട് നോ, ദാറ്റ്സ് നോട്ട് ദ കേസ്. പ്രോപ്പർ പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് ശരിയാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് നീങ്ങാം. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? സോ ഫസ്റ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് PT റിപ്പീറ്റ് സെന്റൻസ് ടാസ്ക്. എങ്ങനെയാണ് അതിന് സക്സസ് സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ഇത് വരുന്നത്? കൂടുതലായിട്ട് പലപ്പോഴും പല സ്റ്റുഡൻസും പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ട് ആവർത്തിക്കുന്ന പല തെറ്റുകളുണ്ട്. അത് കാരണം വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിച്ച് സ്കോർ കൂടാത്ത ഒരു അവസ്ഥ. അപ്പൊ അതും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നാലാമത്തതാണ് കുറച്ച് ടിപ്സ് നമുക്ക് പഠിക്കാം. എല്ലാവർക്കും ടിപ്സ് ആണ് മനസ്സിലാക്കേണ്ടത്. റിപ്പീറ്റ് സെന്റൻസ് മനസ്സിലാക്കാൻ താല്പര്യമില്ല, ബട്ട് അത് നമുക്ക് കൂടി മനസ്സിലാക്കാം. പിന്നെ അഡീഷണൽ കുറച്ചും കൂടി സ്ട്രാറ്റജി, എങ്ങനെ നമുക്ക് റിപ്പീറ്റ് സെന്റൻസ് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്ത് സ്കോർ 90 ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇനി ഫസ്റ്റ് ആണ് നമ്മൾ എന്താണ് PT റിപ്പീറ്റ് സെന്റൻസ്. റിപ്പീറ്റ് സെന്റൻസ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് 3 to 4, 5 സെക്കൻഡ്സ് വരെയാണ് ഉള്ള റിപ്പീറ്റ് സെന്റൻസിന്റെ ദൈർഘ്യമുള്ള സെന്റൻസുകളാണ് കിട്ടുന്നത്. ബട്ട് സംടൈംസ് ഇറ്റ് മേ എക്സ്റ്റെൻഡ് ടിൽ 9 സെക്കൻഡ്സ്. അപ്പോൾ 3 സെക്കൻഡ് പ്രിപ്പറേഷൻ വിൻഡോ ബിഫോർ ദ സെന്റൻസ് പ്ലേസ്. അപ്പോൾ ഒരു സെന്റൻസ് നമ്മൾ കേൾക്കുന്നു, ആ സെന്റൻസ് കേട്ടാൽ ഉടൻ തന്നെ നമുക്കൊരു 3 സെക്കൻഡിന്റെ ഒരു പ്രിപ്പറേഷൻ ടൈം കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് നമുക്കത് പറയേണ്ടത്. അപ്പോൾ യു വിൽ ബി ഏബിൾ ടു വ്യൂ ദാറ്റ് ദ മൈക്രോഫോൺ ഇസ് ഓൺ. മൈക്രോഫോൺ ഓൺ ആയാൽ ഉടൻ തന്നെ നമ്മളത് പറഞ്ഞു നോക്കണം. ഓക്കെ, സോ ഇവിടെ ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? നോ നെഗറ്റീവ് മാർക്കിംഗ്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നോ നെഗറ്റീവ് മാർക്കിംഗ്. തെറ്റിയാൽ ആ മാർക്ക് കുറയ്ക്കുന്നുള്ളൂ, അതർവൈസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. ഇത് മറ്റേ സെക്ഷൻസ് പോലെ തന്നെയാണ്. സോ യു ഹാവ് ടു മെയിൻറ്റെയിൻ ദ അക്യുറസി. റിപ്പീറ്റ് സെന്റൻസിൽ അക്യുറസി ആണ് പ്രധാനപ്പെട്ടത്. നമ്മൾ എന്ത് സെന്റൻസ് കേൾക്കുന്നോ അത് തന്നെ നമ്മൾ കമ്പ്യൂട്ടറിന് AI കൊടുക്കുന്നു. തിരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ സ്കോർ കൂടുന്നത്. അപ്പോൾ സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അക്യുറസി ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ഫിയർ അബൌട്ട് ദ പെനാൽറ്റി. അപ്പോൾ നമുക്ക് അത് മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവാലുവേഷൻ ഇസ് ഇൻ ദ സെൻസ്, കണ്ടന്റ് ഇവാലുവേഷൻ എപ്പോഴും ഓറൽ ഫ്ലുവൻസി. ഫസ്റ്റ് ഇസ് ഓറൽ ഫ്ലുവൻസി. ഫ്ലുവൻസി എന്താണ് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ കാണാത്തവർ, റീഡ് അലൗഡിന്റെ വീഡിയോ കാണാത്തവർ എന്തായാലും റീഡ് അലൗഡിന്റെ വീഡിയോ കാണണം, എന്നിട്ട് വേണം ഇത് കാണാൻ. അപ്പോൾ ഫ്ലുവൻസി എന്താണ്? ഫ്ലുവൻസി ഇഫ് യു ഹാവ് സ്റ്റട്ടറിങ് പ്രോബ്ലംസ്, യു ആർ സ്റ്റോപ്ഡ് ഇൻ ബിറ്റ്വീൻ, അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഹിൻഡേഴ്സ് യുവർ ഫ്ലുവൻസി. കുറെ ആലോചിക്കാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അത് ഫ്ലുവൻസിയുടെ പ്രോബ്ലമാണ്. ഇനി രണ്ടാമത്തതാണ് കോണ്ടന്റ് പാർട്ട്. കോണ്ടന്റ് പാർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ട കോണ്ടന്റ് അതേ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കോണ്ടന്റിന്റെ ഒരു കൂടി വരും. അപ്പോൾ എത്ര വേർഡ് നിങ്ങൾ കേൾക്കുന്നോ ആ വേർഡ് തന്നെ ഔട്ട്പുട്ട് പറയുന്നു. അപ്പോഴാണ് ഇപ്പൊ 10 വേർഡ്സ് പറഞ്ഞു കേട്ടു, 10 വേർഡ്സ് നമ്മൾ പറയുന്നു, ദാറ്റ് ഈസ് അബൌട്ട് കോണ്ടന്റ്. സോ യു ഗെറ്റ് 90. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്താണ് പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൊനൗൺസിയേഷൻ ആൻഡ് ഓറൽ ഫ്ലുവൻസി സംവാട്ട് വെരി മച്ച് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. എന്ന് വെച്ചാൽ ഫ്ലുവൻസിനെ ബാധിച്ചാൽ പ്രൊനൗൺസിയേഷൻ ബാധിക്കും, പ്രൊനൗൺസിയേഷനെ ബാധിച്ചാൽ ഫ്ലുവൻസിനെ ബാധിക്കും. അപ്പോ achieving 100% accuracy in all these 3 points, you get 90. While 50% accuracy means 2 points and any match gets you 1 point. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ 0 ആണ്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ ആൻഡ് ഫ്ലുവൻസി. ക്ലിയർ ആർട്ടിക്കുലേഷൻ. ക്ലിയർ ആർട്ടിക്കുലേഷൻ എന്ന് വെച്ചാൽ ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏത് ടോണിലാണ് ആ ഒരു സെന്റൻസ് കേട്ടത്, ആ ടോണിൽ തന്നെ നിങ്ങൾ റിഫ്ലക്ട് ചെയ്ത് സംസാരിച്ചാൽ നിങ്ങൾക്ക് സ്കോർ കൂടാനുള്ള ചാൻസ് കൂടുന്നാണ് പറയാം. അപ്പോൾ ക്ലിയർ ആർട്ടിക്കുലേഷൻ ആൻഡ് സ്മൂത്ത് സ്പീച്ച്. സ്മൂത്ത് സ്പീച്ച്, no hindrance, you are not thinking about that word. Like say for example, you heard the computer saying I went to the market. അപ്പോൾ കമ്പ്യൂട്ടർ പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയുന്നത് I went to the market.
അങ്ങനെ പറയും എന്താണ് ഉണ്ടാവുന്നത്? There is a clear hindrance of what you are speaking. There is clear hindrance. അപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് വരുന്നു. സോ ദെൻ യു ആർ നോട്ട് ഏബിൾ ടു സ്പീക്ക്. സോ ഇതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. സോ ഇറ്റ് emphasizing on both accuracy and delivery. എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത്? If you have nervousness issues, fluency ബാധിക്കും. If you have stuttering problems, fluency ബാധിക്കും. If you have pronunciation issues, fluency ബാധിക്കില്ല. Pronunciation issues വരുന്നത് ചിലപ്പോൾ ഇൻബോൺ ആവാം, ചിലപ്പോൾ സേന് ഷാന്ന് ഷേന് സാൻ എന്ന് പറയും, അല്ലെങ്കിൽ ടേന് ഡ എന്ന് പറയും. അങ്ങനത്തെ കുറെ ഇൻബോൺ പ്രോബ്ലംസ് ഉണ്ടാവും. അതുള്ളവര് ശ്രദ്ധിക്കേണ്ടത് യു ക്ലിയർലി ആർട്ടിക്കുലേറ്റ് ദ വേർഡ്, ക്ലിയർ സ്പീച്ച് ശ്രദ്ധിച്ചാൽ മതി. ഡോണ്ട് വറി അബൌട്ട് യുവർ പ്രോബ്ലംസ്. നിങ്ങളുടെ ഇൻബോൺ പ്രോബ്ലംസിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ തലപോയിക്കരുത്. സോ ഫോക്കസ് ഓൺ ദാറ്റ്. ഓക്കെ, നൗ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സ്ട്രാറ്റജീസ് ആണ്. എന്താണ് സ്ട്രാറ്റജീസ് എന്ന് നോക്കാം. ഓക്കെ, സോ ആക്റ്റീവ്ലി ലിസൺ, ആക്റ്റീവ് ലിസൺ ഇതാ ഫസ്റ്റ് വേണ്ടത്. ലിസണിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആക്റ്റീവ് ലിസണിങ്. നിങ്ങളുടെ ഫോക്കസ് വേറെ സ്ഥലത്താണ്. You completely block your ears of hearing any further word. So what you have to do? Active listening. Each and every word should be heard by you. പലപ്പോഴും നമ്മുടെ ഫോക്കസ് കൃത്യമല്ലാത്ത കാരണം നമ്മൾ കേൾക്കുന്ന വേർഡ്സ് പകുതി കേൾക്കും, പകുതി കേൾക്കാത്തൊരവസ്ഥ. അല്ലെങ്കിൽ പകുതി പ്രൊനൗൺസിയേഷൻ അവരുടെ ആക്സെന്റ് മനസ്സിലായി, പകുതി മനസ്സിലായിട്ടില്ല. സോ ആക്റ്റീവ് ലിസണിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ആക്റ്റീവ് ലിസണിങ് എന്താണ്? First you listen and then you speak to yourself in the same tone about that sentence. അപ്പോൾ ഞാൻ കേട്ടത് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ആക്റ്റീവ് ലിസണിങ്. പാസീവ് ലിസണിങ് എന്താണ്? വെറും ലിസണിങ് നമ്മൾ ചെയ്യുന്നു, ബട്ട് ഐ ആം നോട്ട് റിപ്പീറ്റിംഗ് ദാറ്റ് വേർഡ് ഇൻ മൈ മൈൻഡ്. സോ ദാറ്റ് ബ്രേക്സ് ഇറ്റ്. ഓക്കെ, സോ നൗ കൺസൈസ് നോട്ട് ടേക്കിംഗ്. കൺസൈസ് നോട്ട് ടേക്കിംഗ് ചിലപ്പോൾ പോസിബിൾ ആവാം, ചിലപ്പോൾ പോസിബിൾ ആവാം. ഇഫ് യു ആർ എ റൈറ്റ് ലൈക്ക് യു ഫാസ്റ്റ് റൈറ്റ്, യു റൈറ്റ് എ ലോട്ട്, you take quick notes, then it's easy. But what happens, sometimes we are not that very quick. Journalist ഒക്കെ ചെയ്യുന്ന പോലെ ഷോർട്ട് ഹാൻഡ് ഒക്കെ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. അതർവൈസ് നോട്ട് ടേക്കിംഗ് അറിയില്ലെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. സോ ആക്റ്റീവ് ലിസണിങ് ചെയ്താൽ മതി, അത് നമ്മുടെ മനസ്സിൽ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ് ഇസ് ഇനഫ് ആൻഡ് മോർ. ഇനി മനസ്സിലാക്കേണ്ടത് മെയിൻറ്റെയിൻ കമ്പോഷർ. കാംനെസ് ഓഫ് മൈൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും സ്റ്റുഡൻസ് എന്താ സംഭവിക്കുക, ഭയങ്കര നെർവസ് ആണ്. എനിക്ക് കേട്ടാ മനസ്സിലാവില്ല, എനിക്ക് അമേരിക്കൻ ആക്സെന്റ് മനസ്സിലാവുന്നില്ല, UK ആക്സെന്റ് മനസ്സിലാവുന്നില്ല, ബ്രിട്ടീഷ് ആക്സെന്റ് മനസ്സിലാവുന്നില്ല, സോറി ഇന്ത്യൻ ആക്സെന്റ് മനസ്സിലാവുന്നുണ്ട്, ബട്ട് ഓസ്ട്രേലിയൻ ആക്സെന്റ് മനസ്സിലാവുന്നില്ല, ഇങ്ങനത്തെ ഒക്കെ അവസ്ഥ. അപ്പോ ഐ ഡോണ്ട് നോ മച്ച് ഓഫ് ആക്സെന്റ്, ഐ ഡോണ്ട് ഹാവ് വെൽ എക്സ്പോഷർ ടു സർട്ടൻ വേർഡ്സ്, സോ ദെൻ ഐ ഹാവ് എ ഇഷ്യൂ. അപ്പൊ അങ്ങനത്തെ ഒക്കെ എന്താ പറയാ ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ you are not maintaining a composure, and then you are lost. You are simply blocking your ears to hear anything. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്ന വേർഡ്സ് നമുക്ക് കിട്ടില്ല. സോ മെയിൻറ്റെയിൻ കമ്പോഷർ, റിലാക്സ് ആവുക, കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ കേൾക്കുന്നതൊക്കെ കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തതാണ് എക്സ്പാൻഡ് വൊക്കാബുലറി. കൃത്യമായിട്ട് ഡെയിലി കുറച്ച് വൊക്കാബുലറീസ് പഠിക്കാൻ ശീലിക്കുക, അറ്റ്ലീസ്റ്റ് ഫോർ PT. അങ്ങനെ ഒരു ശീലം ഇല്ലാത്ത ഒരാളാണ്, സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ് ഹെൽപ്സ് യു അലോട്ട്. സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത്, ഇഫ് യു വാണ്ട് ടു ക്രാക്ക് PT വിത്ത് എ ഗുഡ് സ്കോർ, അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് എക്സ്പാൻഡിങ് യുവർ വൊക്കാബുലറി. ഓക്കെ, വൊക്കാബുലറി വേർഡ്സ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ വൊക്കാബുലറി എക്സ്പാൻഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. നൗ റെഗുലർ പ്രാക്ടീസ്. ഇതില്ല, അത് നടക്കില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും വൺസ് ഇൻ എ ബ്ലൂ മൂൺ യു ട്രൈ ടു എൻകൗണ്ടർ സംതിങ് ആൻഡ് ദെൻ യു റൈറ്റ് ദ എക്സാം. നടക്കുന്ന കേസല്ല. ഈവൻ ഇഫ് യു റൈറ്റ് 10 times, you are not going to get a good score. You may get around 40, 45, 50, but you may not get a good score. So what you have to do, you have to പ്രാക്ടീസ് റെഗുലർലി. ഇനി രണ്ടാമത്തതാണ്
Accent familiarization. UK, US, Australian accent, പല ആക്സെന്റുകളിലെ പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ ശ്രദ്ധിക്കാം, ടെഡ് ടോക്സ് കേൾക്കാൻ ശ്രദ്ധിക്കാം. സോ യു ലേൺ എ ലോട്ട്. Listen to Al Jazeera news channel, listen to BBC news channel, that helps you a lot. ഇങ്ങനെ കേട്ട് നമ്മൾ ശീലിച്ചാൽ you start imbibing lot of words. The moment they speak, ഓ ഈ വേർഡ് ആണല്ലോ പറഞ്ഞേ എന്ന് ഉണ്ട്. ബട്ട് ഫെമിലാരിറ്റി ഇല്ല. നിങ്ങളും ഞാനും തമ്മിലുള്ള ഒരു ബന്ധമില്ലെങ്കിൽ എന്താ, നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് നിൽക്കും. വി വിൽ നെവർ ബി ഫെമിലിയർ. അതേപോലെ തന്നെയാണ് വാക്കുകൾ. എവിടെയും കേട്ടിട്ടില്ല എക്സാമിന്റെ ദിവസം നമ്മൾ ആ ഒരു വേർഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ നോക്കിയാൽ ശരിയാവണമെന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നൗ നെക്സ്റ്റ് ഇസ് നാച്ചുറൽ സ്പീച്ച്. നമ്മൾ സംസാരിക്കുമ്പോൾ റീഡ് അലൗഡ് റീഡ് അലൗഡിന്റെ വീഡിയോ കാണാത്തവർ ലിങ്ക് നമ്മുടെ ചാനലിൽ തന്നെ റീഡ് അലൗഡിന്റെ വീഡിയോ ഉണ്ട്, കാണുക. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. നാച്ചുറൽ സ്പീച്ച്, മെയിൻറ്റെയിൻ എ നാച്ചുറൽ സ്പീച്ച്. ഡോണ്ട് ലൈക്ക് റഷ്, ഡോണ്ട് സ്ലോ ഡൗൺ, ബട്ട് ഹാവ് എ പ്രോപ്പർ ടെമ്പോ. 1 2 3 4. അപ്പോൾ നാച്ചുറൽ സ്പീച്ച്, സംതിങ് ദാറ്റ് ഇസ് നാച്ചുറൽ. നാച്ചുറൽ എന്താണ്? അവിടെ ഡ്യൂപ്ലിക്കേസി ഇല്ല, നമ്മൾ ഫാബ്രിക്കേറ്റഡ് അല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻടോണേറ്റ് വെൽ. നൗ സ്പീഡ് ആൻഡ് ഫ്ലുവൻസി. സ്പീഡ് ഫ്ലുവൻസിയും വളരെ പ്രധാനപ്പെട്ടതാണ്. പേസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു റഷ് എ ലോട്ട് ആൻഡ് യു ആർ ഇൻ എ ഹേസ്റ്റ്, ആ വേർഡ് എത്ര പെട്ടെന്ന് എനിക്ക് പറഞ്ഞു തീർക്കണം, നിങ്ങൾക്ക് സ്കോർ കിട്ടില്ല. ഫ്ലുവൻസി അഗെയിൻ, ഫ്ലുവൻസി ഈസ് ക്ലാരിറ്റി ഇൻ സ്പീച്ച്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ റിപ്പീറ്റ് സെന്റൻസ് ചെയ്യാൻ. അപ്പൊ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്? അവോയ്ഡ് ലെങ്തി സെന്റൻസസ്. Say for example you are getting a long sentence or 6 or 7 second sentence. 70 to 80% മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക, ബാക്കി 20% വിടുക. എന്നിട്ട് അത് കറക്റ്റായിട്ട് പറയാൻ ശ്രമിക്കുക. പലപ്പോഴും സ്റ്റുഡൻസ് എന്താണ് ഈ 100% 5-6 അല്ലെങ്കിൽ 7 സെക്കൻഡ് ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ they are confused and they mess with all the whole content. അവിടെ എന്താ സംഭവിക്കുക? നമ്മൾ മൊത്തത്തിൽ ആ സെന്റൻസ് മൊത്തം കൊളാക്കാണ് ചെയ്യുന്നത്. അതിന്റെ സ്ഥാനത്ത് നിങ്ങൾ ഇതിന്റെ 70% മാത്രം ഓർത്തു വെച്ചാൽ that gives you much more effective reflecting or delivery. അപ്പൊ എന്ത് ചെയ്യണ്ടേ? സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു സെന്റൻസ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. ലോങ് ആൻഡ് ഇൻട്രിക്കേറ്റ് സെന്റൻസസ് ക്യാൻ ബി സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് അഫക്റ്റിംഗ് ദ അക്യുറസി ഓഫ് റിപ്പിറ്റീഷൻ. അപ്പൊ എനിക്ക് എന്താ, ഇത് മൊത്തം ഓർത്തു വെക്കാൻ പാടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ലോങ് ആൻഡ് ഇൻട്രിക്കേറ്റ് സെന്റൻസസ് ക്യാൻ ബി സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് അഫക്റ്റിംഗ് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഇത് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നു. സേ ആൻഡ് ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ദ റെസ്റ്റ് ബിക്കോസ് 70% ഞാൻ പറഞ്ഞു. അപ്പോൾ ബെറ്റർ, ഇറ്റ് വിൽ ബി ബെറ്റർ. നൗ ബാലൻസിങ് സ്പീഡ്. Balancing speed means speed and clarity is important. Finding the balance between speed and clarity is crucial. എന്ന് പറയുന്നത് finding the balance between speed and clarity is crucial. ഞാൻ സ്പീഡിൽ പറഞ്ഞു, ബട്ട് ക്ലിയർ അല്ലായിരുന്നു ആദ്യത്തെ പ്രാവശ്യം. ബട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാനത് പറഞ്ഞപ്പോൾ I maintained that clarity part. So then that is also important from your end. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. Okay. Minimize background noise. The clarity of the like നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭയങ്കര റഷുള്ള സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യരുത്. ബട്ട് എക്സാം പ്രിപ്പറേഷൻ, മോക്ക് ടെസ്റ്റുകൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോയ്സിലും കൂടി പ്രാക്ടീസ് ചെയ്യാൻ ശീലിക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളും റിപ്പീറ്റ് സെന്റൻസ് ചെയ്യുന്നുണ്ടാവും, ആളുടെ നോയ്സ് വരും. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ മിനിമൈസ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. പോവേ ഏതെങ്കിലും ന്യൂസ് ചാനൽ വെക്കുകയോ അല്ലെങ്കിൽ റേഡിയോ സ്പീക്കറിൽ വെക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിനിടയിൽ പോയിട്ട് റിപ്പീറ്റ് സെന്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ദാറ്റ് ബ്രിങ്സ് ലൈക്ക് ഇറ്റ് മിമിക്സ് ദ എക്സാം പാറ്റേൺ ആൻഡ് യു ആർ ഏബിൾ ടു ഫോക്കസ് അലോട്ട്. അത് ചെയ്യാം. പിന്നെ ആക്സെന്റുകൾ കുറച്ച് ശീലിക്കാൻ നോക്കുക. മാക്സിമം ആക്സെന്റിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ ഇപ്പൊ UK ആക്സെന്റ്, US ആക്സെന്റ്, ഓസ്ട്രേലിയൻ ആക്സെന്റ് കൃത്യമായിട്ട് കുറച്ചും കൂടി പഠിക്കാൻ ശീലിക്കാം. Next ആണ് tips to improve repeat sentence performance. Okay. Focus on entire sentence. Enhance
active listening by focusing on the entire sentence, implementing chunking to break down longer sentence into more manageable sentence. എന്ന് വെച്ചാൽ ചങ്കിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റീഡ് അലൗഡിൽ. കാണാത്തവരുണ്ടെങ്കിൽ റീഡ് അലൗഡ് കാണുക. ചങ്കിങ് മീൻസ് യു ആർ ഏബിൾ ടു group words into meaningful parts. Say for example, it creates a sense. ഇപ്പൊ ഈ സെന്റൻസ് തന്നെ ഞാൻ വായിക്കുന്നു. എൻഹാൻസ് ആക്റ്റീവ് ലിസണിംഗ് സ്കിൽസ് ബൈ ഫോക്കസിങ് ഓൺ ദ എൻറ്റയർ സെന്റൻസ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ഫോക്കസിങ് ടു ബ്രേക്ക് ഡൗൺ ലോങ്ങർ സെന്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കുമ്പോൾ എൻഹാൻസ്ഡ് ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറഞ്ഞു അത് കുറച്ചും കൂടി ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റും. ബൈ ഫോക്കസിങ് ഓൺ ദ എൻറ്റയർ സെന്റൻസ്, വീണ്ടും അത് ഞാൻ ചങ്ക് ചെയ്ത് ഒരു ഗ്രൂപ്പാക്കി. ആൻഡ് ഇംപ്ലിമെന്റിംഗ് ചങ്കിങ് ടു ബ്രേക്ക് ഡൗൺ ലോങ്ങർ സെന്റൻസ്. അപ്പൊ എന്തായി, നമ്മൾ ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട്. പണ്ടൊക്കെ പോയം നമ്മൾ പഠിച്ചിരുന്നപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഐഡിയ ആണ് ഇവിടെ ഞാൻ പറയുന്ന ഫോക്കസ് ഓൺ എൻറ്റയർ സെന്റൻസ് ബട്ട് മേക്ക് ഇറ്റ്, ഇഫ് ഇറ്റ് ഇസ് എ ബിഗർ സെന്റൻസ്, ചങ്ക് ഇറ്റ്. ഓക്കെ, നൗ ഷാഡോ പ്രാക്ടീസ്. ഷാഡോ പ്രാക്ടീസ് എന്താണ്? Engage in shadowing, repeating sentence immediately after hearing them to enhance memory and speaking skills. പലപ്പോഴും ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കേട്ട സെന്റൻസ് ഉടൻ തന്നെ ഉറക്കെ പറയുക. ഉറക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഇയേഴ്സ് അത് ലിസൺ ചെയ്യുന്നുണ്ട്. ഇയേഴ്സ് ലിസൺ ചെയ്യുമ്പോൾ ഇറ്റ് ഗിവ്സ് യു ആൻ എക്കോ ഓഫ് ദാറ്റ് സെന്റൻസ്. ഓർക്കാൻ എളുപ്പമുണ്ട്. അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാവും, അവിടെ ബ്ലോക്ക് ആവും. അപ്പൊ 3 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ ആ സെന്റൻസ് പറഞ്ഞു നോക്കുക. എന്നിട്ട് മൈക്ക് ഓൺ ആവുമ്പോൾ വീണ്ടും പറയും. അപ്പൊ എന്തായി, അവിടെ ഒരു ബ്ലോക്ക് വന്നില്ല. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഈസ് പ്രയോറിറ്റൈസ് ഫ്ലുവൻസി. ഫ്ലുവൻസി എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. പെർഫെക്റ്റ് ഗ്രാമർ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, ബട്ട് വേർഡ്സിന് ഒരു ടെമ്പോ അല്ലെങ്കിൽ സ്പീഡ്, ക്ലാരിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അവോയ്ഡ് റിപ്പിറ്റീഷൻ. ഐ വെന്റ് ടു ദ മാർക്കറ്റ്, ഐ വെന്റ് ടു ദ മാർക്കറ്റ് എന്ന് പറയുന്നത് ഐ വെന്റ് ടു ദ മാർക്കറ്റ് എന്ന് പറയുന്നത് ശരി, വ്യത്യാസമുണ്ട്. സോ ഐ വെന്റ്, അവിടെ റിപ്പിറ്റീഷൻ വന്ന് ഫ്ലുവൻസി ബാധിക്കും. ഇനി അടുത്തത്, ഇനിഷ്യേറ്റ് സ്പീക്കിംഗ് പ്രോംപ്റ്റ്ലി. സ്റ്റാർട്ട് സ്പീക്കിംഗ് വിത്തിൻ 3 seconds ആഫ്റ്റർ ദ ഓഡിയോ സ്റ്റോപ്സ് ടു അവോയ്ഡ് ലൂസിംഗ് പോയിന്റ്സ്. നിങ്ങളുടെ മൈക്ക് ഓൺ ആവുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് 3 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക, യുവർ വേർഡ്സ്, യുവർ മാർക്സ് ആർ നോട്ട് കാൽക്കുലേറ്റഡ്. അപ്പൊ എന്ത് ചെയ്യണം, വൺസ് ദ മൈക്ക് സ്റ്റാർട്ട്സ്, അപ്പൊ തന്നെ നിങ്ങളുടെ വോയിസ് സ്റ്റാർട്ട് ആയിരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ശീലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ശീലിക്കുക. ഓക്കെ, നൗ എക്സ്പാൻഡ് വൊക്കാബുലറി, സ്റ്റാർട്ട് ലേണിംഗ് വേർഡ്സ്, ന്യൂ വേർഡ്സ്. എവിടെയൊക്കെ അവസരം കിട്ടുന്നു, സ്റ്റാർട്ട് റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്, നോവൽസ്, ഡു ദാറ്റ്, എക്സ്പാൻഡ് വൊക്കാബുലറി. നൗ എപ്പോഴും നിങ്ങൾ ഒരു പേഴ്സണലൈസ്ഡ് അപ്രോച്ച്. പല ആൾക്കാർക്കും പല രീതിയിലാണ് സെന്റൻസുകൾ പഠിച്ചെടുക്കുന്നത്. ആ പഠിക്കുന്ന രീതി, ഫോർ എക്സാമ്പിൾ, മൈ നമ്പർ 6282087437, 6282087437. ആദ്യത്തെ 2 നമ്പർ, പിന്നെ 3 നമ്പർ, പിന്നെ 2 നമ്പർ, 3 നമ്പർ. ഞാൻ അങ്ങനെയാണ് എൻ്റെ സെന്റൻസ് നമ്പർ ഓർത്ത് വയ്ക്കുന്നത്. ചില ആൾക്കാർ എന്താ ചെയ്യുക, 6282087437, അങ്ങനെയാ അവർക്ക് ആദ്യത്തെ 4, പിന്നെ 3. അപ്പൊ പല ആൾക്കാർക്കും പല രീതിയിലാണ് സെന്റൻസ് മെമ്മറൈസ് ചെയ്യാറ്. ട്രൈ ടു ഗെറ്റ് യുവർ പാറ്റേൺ കറക്റ്റ്ലി. ആ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നൗ സ്കോറിംഗ് ക്രൈറ്റീരിയ, ഞാൻ വീണ്ടും പറയുന്നു. സ്കോറിംഗ് ക്രൈറ്റീരിയ: കോണ്ടന്റ്, അക്യുറസി, പ്രൊനൗൺസിയേഷൻ ആൻഡ് ഓറൽ ഫ്ലുവൻസി. അപ്പോൾ കംപ്ലീറ്റ്നെസ് ഓഫ് ഇൻഫർമേഷൻ, നിങ്ങളെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആണോ, ഏത് രീതിയിലാണ് നിങ്ങളെ ഇന്റലിജന്റ്ലി ആ വേർഡ് കംപ്ലീറ്റ് ചെയ്ത്. മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ഒരു വേർഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ആ വേർഡ് മറന്നുപോയ കാരണം നിങ്ങൾ സ്കോർ കുറയണം എന്നില്ല, ബട്ട് അത് എങ്ങനെ ഇന്റലിജന്റ്ലി ഫില്ല് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. നാച്ചുറൽനെസ്, ആ നാച്ചുറാലിറ്റി വരുന്നുണ്ടോ, ആൻഡ് റിതം ഓഫ് സ്പീച്ച്, അതേ താളത്തിൽ മിമിക് the sentence that was spoken to you through record. അതേ പാറ്റേണിൽ പറയാൻ പറ്റിയാൽ that is well and good. Utilize official practice material. പല ആൾക്കാരും ഷോർട്ട് കട്ട്സിന് പോവാറുണ്ട്. ആ ഷോർട്ട് കട്ട്സ് അവോയ്ഡ് ചെയ്യുക.
കുറെ എനിക്ക് പേപ്പർ ഇവിടെ കിട്ടാനുണ്ട്, ലീക്ക് പേപ്പറാണ്, അതാണ് ഇതാണ്. വേണ്ട. യു ഗോ സ്ട്രേറ്റ് ഫോർവേഡ്, പ്രാക്ടീസ് വെൽ, ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നടക്കരുത്. ഓക്കെ, അഡീഷണൽ ടിപ്സ് ഫോർ PT റിപ്പീറ്റ് സെന്റൻസ്. ഇനി അതങ്ങനെ നിങ്ങൾ ചീറ്റിംഗ് ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ യു ആർ സിവിയർലി പീനലൈസ്. സോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകരുത്. ആൻഡ് വി ഡു നോട്ട് റിയലി ലൈക്ക് എൻകറേജ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അപ്പോൾ ഇനി പലപ്പോഴും പല സ്റ്റുഡൻസിനും ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഐ എം നോട്ട് ഏബിൾ ടു ലൈക്ക് മെമ്മറൈസ് വെൽ. ഒരു കാര്യം ചെയ്യാം, 50%, 60% മാർക്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ 50% മാത്രം പഠിച്ച് ശീലിക്കാം. ഇനി 100% ആണ് വേണ്ടത്. പെട്ടെന്ന് നിങ്ങൾക്ക് സെന്റൻസ് മനസ്സിലാവുന്നില്ല, പിടികിട്ടുന്നില്ല, ഓർക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് 50% പഠിച്ച് ശീലിക്കുക. അത് കഴിഞ്ഞ് പതുക്കെ 60% ആക്കാം, പിന്നെ 70% ആക്കാം, പിന്നെ 100% ആക്കാം. അങ്ങനെ ശീലിക്കുക. ആദ്യത്തെ 50% ഓർത്ത് ശീലിക്കുക. അത് കഴിഞ്ഞിട്ട് അത് പതുക്കെ 100% ആക്കാൻ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡെയിലി പ്രാക്ടീസ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു ഷോർട്ട് കട്ടും ഇല്ല. ഡെയിലി പ്രാക്ടീസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. You have to do that. Like consistent daily practice. Repeat sentence നിങ്ങൾ മാസ്റ്റർ ചെയ്യണമെങ്കിൽ you have to do daily practice. Now next is speak naturally. Emphasize on fluency. ഗ്രാമറിലല്ല നിങ്ങൾ എംഫസൈസ് ചെയ്യേണ്ടത്, ഫ്ലുവൻസിയിലാണ്. നാച്ചുറൽ പേസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. അൺനാച്ചുറൽ പേസ് അല്ല ഇവിടെ കാര്യം, നാച്ചുറൽ പേസ്. റീഡ് അലൗഡിന്റെ പേസും റിപ്പീറ്റ് സെന്റൻസിന്റെ പേസും ചെറുതായിട്ട് വ്യത്യാസങ്ങൾ വരും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഞങ്ങളുടെ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തരും. ബട്ട് natural pace is more important and emphasize on fluency. Okay, so this, I hope you have understood this. For more such videos, subscribe ചെയ്യാൻ മറക്കരുത്. And in case you want to join our PT course, IELTS or OET course, you are most welcome. Just contact us in this number. Hope to see you in the next video. Don't forget to subscribe. Thank you. God bless.